അങ്ങനെയാണെങ്കിൽ അങ്ങനെ. നീയും ആ വേലക്കാരിയും ചേർന്ന് ഇവിടെ എന്റെ മോളോട് കാണിക്കുന്ന പോരൊന്നും ഞാൻ അറിയാത്തോണ്ടല്ല മിണ്ടാതിരുന്നത്. പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ച് ക്ഷമിക്കുന്നതുകൊണ്ടാ. ഉള്ളതും ഇല്ലാത്തതെല്ലാം അവൾ വിളിച്ചു പറയുന്നുണ്ടാവും അല്ലേ? അവൾക്ക് അതിനുള്ള വിവരം ഉണ്ടായിരുന്നെങ്കിൽ പണ്ടേ നീയൊക്കെ അകത്ത് കിടന്നേനെ. അവളുടെ വെറും ഒരു മൊഴി മാത്രം മതി. ജാമ്യമില്ലാതെ നീയൊക്കെ 10-15 ദിവസം ഉണ്ട തിന്നെ. ഞങ്ങൾ നിങ്ങളുടെ മോളോട് എന്ത് ചെയ്തെന്നാ കളക്ടർ പറയുന്നേ? ആഹാ, കൂട്ടുപ്രതി ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എവിടെ പാനാ? ഞാനേ ചെമ്പകശ്ശേരി ഗോമതിയാ. ഒരുപാട് അങ്ങ് ചിരിക്കണ്ട. കഥ ഇവിടെ ആകെ മാറി മറിഞ്ഞിരിക്കുക. അറിഞ്ഞില്ലേ ഇവിടുത്തെ പുതിയ വിശേഷങ്ങളൊക്കെ? ലച്ചു എന്ന് ഞങ്ങൾ ഓമനപ്പേരിട്ട് വിളിക്കുന്ന മഹാലക്ഷ്മി ഇവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞു. ചെമ്പകശ്ശേരിയിലെ മഹാലക്ഷ്മി, ചെമ്പകശ്ശേരിയിലെ ഉമാദത്തൻ സാറിന്റെ ഒരേ ഒരു പെങ്ങൾ, ചെമ്പകശ്ശേരി ആദിത്യന്റെ ഒരേ ഒരു ഫ്രണ്ട്, ഈ വീടിന്റെ നിലവിളക്ക്. ഇനി ഇവിടെ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നെന്ന് കളക്ടർ കാത്തിരുന്ന് കണ്ടു. ഞെട്ടണ്ട. എല്ലാ ഞെട്ടലും കൂടി ഒന്നിച്ച് ഞെട്ടിയാലേ പിന്നെ ഞെട്ടല് ബാക്കിയുണ്ടാവില്ല. ഈ നിൽക്കുന്ന എന്റെ മകൾ പൂജയുടെ കഴുത്തിൽ താലി കെട്ടിയത് നിങ്ങൾ ഈ പറഞ്ഞ ചെമ്പകശ്ശേരിയിലെ ആദിത്യനാണെങ്കിൽ അവന്റെ മരണം വരെ അവന്റെ ഭാര്യ ഇവളായിരിക്കും. എന്റെ മകളുടെ താലി ഏർക്കാൻ ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ആ കൈ വെട്ടാനുള്ള തന്റെ ഇടവും സ്വാധീനവും ഈ മായാലക്ഷ്മി IAS-നുണ്ട്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പരീക്ഷിച്ച് നോക്കാം. എന്ത് പരീക്ഷണത്തിനും ഞാനൊരുക്കാം. അല്ല, മായമോള് വന്നിട്ട് ഒരുപാട് നേരം ആയോ? ഇല്ലമ്മേ, ഞാനിപ്പോ വന്നേ ഉള്ളൂ. ഞാൻ പൂജാമുറിയിലായിരുന്നു. എന്താ ഇവിടെ തന്നെ നിന്നത്? അല്ല, ഞങ്ങൾ ഓരോരോ വിശേഷങ്ങൾ പറഞ്ഞങ്ങ് നിന്ന് പോയി. മോളെ, അമ്മയെ വിളിച്ചകത്തേക്ക് കൊണ്ടുപോ. നിക്കടി അവിടെ. മായ അവരുടെ മാന്യത വിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷെ ഇവിടെ നടന്നതും നടക്കുന്നതും ഒക്കെ എനിക്കറിയാം. വെറുതെ 24 മണിക്കൂറും ദൈവത്തെ വിളിക്കുന്നതിന്റെ ഫലം നിങ്ങളായിട്ട് കളയരുത്. നിന്നെ തോൽപ്പിക്കാൻ ഇവര് ക്ഷണിച്ചു വരുത്തിയതാണോ ആ പെണ്ണിനെ? അറിയില്ല അമ്മ. എന്തുകൊണ്ട് നീ അന്വേഷിച്ചില്ല? നിന്റെ പിടിപ്പ് കേടാണെന്ന് അമ്മ പറഞ്ഞ നിനക്ക് സങ്കടാവരുത്. വരുന്ന വഴിക്ക് ഞാൻ അവളെ അവനെയും കണ്ടു. അവരൊരുമിച്ച് ഒരു ബൈക്കിൽ കെട്ടിപ്പിടിച്ചിരുന്ന് പോന്നു. ഒരു പക്ഷേ അതിലൊന്നും ഉണ്ടാവില്ല. പുതിയ പിള്ളേരല്ലേ. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഉന്നതമായ ചിന്ത അവരുടെ മനസ്സിലുണ്ടാവും. പക്ഷേ ഭൂമിയിൽ 2 ജാതി മാത്രമേ ഉള്ളൂ മോളെ, ആണും പെണ്ണും. അവരൊന്നിക്കുമ്പോൾ നമ്മൾ സംശയിക്കണം. ഏതൊക്കെ ബന്ധങ്ങളുടെ ആഴം പറയുമ്പോഴും അമ്മയും പെങ്ങളും അല്ലാത്ത ഏത് ബന്ധത്തെയും നമ്മൾ സംശയിക്കണം. പഠിപ്പും വിവരമുള്ള അമ്മ വിവരക്കേട് പറയുകയാണെന്ന് നീ വിചാരിക്കരുത്. അനുഭവങ്ങളുടെ ബലത്തിൽ അമ്മയ്ക്ക് അങ്ങനെ മാത്രമേ ചിന്തിക്കാൻ കഴിയൂ. പ്രത്യേകിച്ചും ഈ വീട്ടിലെ സാഹചര്യത്തിൽ. ആമിയും ആ വേലക്കാരിയും നിന്നെ ആദ്യം അകറ്റാൻ ഒരു പോംവഴി അന്വേഷിച്ച് നടക്കുക. അതിനിടയിൽ ഇങ്ങനൊരു അവതാരം വന്ന് ചാടിയത് യാദൃശ്ചികമാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ആദ്യം ഒരിക്കലും നിന്നെ ചതിക്കില്ലെന്ന് അമ്മയ്ക്ക് 100% ഉറപ്പുണ്ട്. പക്ഷെ മോളെ, ആണുങ്ങളുടെ മനസ്സ് അത് എപ്പോൾ എങ്ങോട്ട് ചായുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. അമ്മ നിന്റെ മനസ്സിൽ അഗ്നി കോരിയിടാൻ പറയല്ല. നീ ഒന്ന് കരുതിയിരിക്കാൻ ഒരു മുന്നറിയിപ്പ് തന്നതാ.
അപ്പൊ ഇവന്റെ കൈവശമൊക്കെ പതിയെ ഇറങ്ങി തുടങ്ങിയല്ലേ? ആഹാ, പോയതും വന്നതും നിങ്ങൾ ഒരുമിച്ചാണോ? ആ, എനിക്ക് ടൗണിൽ 1-2 അത്യാവശ്യം ഉണ്ടായിരുന്നു. കാര്യമൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ ഇവനെ വിളിച്ചു. പിന്നെ ഞങ്ങൾ ഒരുമിച്ചിങ്ങി പോകുന്നു. അതേതായാലും നന്നായി. നിങ്ങൾ വാ. വാ. ലച്ചു നല്ലൊരു പർച്ചേസിംഗ് നടത്തിയ ലക്ഷണം ഉണ്ടല്ലോ. ആ, ചെറുതായിട്ട്. പിന്നെ ബാംഗ്ലൂരിലെ പോലെ സെലക്ഷൻ ഒന്നുമില്ല. വിലയാണെങ്കിലോ അടുക്കാനും പറ്റത്തില്ല. ഇതെന്താടാ നിന്റെ കയ്യില്? അതൊരു ഷർട്ടാ. എവിടെ നോക്കട്ടെ. എന്താടാ ഒരു ചിട്ടിക്കളി? ഏയ്, എന്ത് ചുറ്റിക്കളി? നീ നന്നാവാനൊരു ഉദ്ദേശം ഇല്ലല്ലേ? ഇതീ കൂടുതൽ നന്നായ പിന്നെ ഓടാനും നടക്കാനും പറ്റില്ല, അല്ലേ ലച്ചു? പിന്നെ എന്തുണ്ട് വിശേഷം ലച്ചുമോളെ? എന്ത് വിശേഷം? അല്ല, ആദിമോന്റെ കൂടെ പോയിട്ട്. ഓ, അവ മഹാബോറനാന്നേ. എന്നെ എത്ര നേരം ആ ടൗൺ ഹാളിന്റെ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചു എന്നറിയോ? അപ്പൊ പിന്നെ നിങ്ങൾ ഒരുമിച്ചല്ലേ ഡ്രസ്സ് വാങ്ങാൻ കയറിയേ? അതെ, ഞാനത് അവനെ പിടിച്ചു വലിച്ചോണ്ട് പോയതാ. അവന് ഷർട്ട് വാങ്ങിച്ചു കൊടുത്തത് മോളാണോ? ഏയ്, അവൻ എന്താ വാങ്ങിയെന്ന് ഞാൻ നോക്കിയ പോലും ഇല്ല. പിള്ളേരെക്കാളും കഷ്ടം മോളെ, വിവരം കെട്ട ചെക്കന്. ഏയ്, ആദ്യ പാവമായിട്ടത്തെ. അതെ, പാവ. അതിന്റെ കുഴപ്പം ഇതല്ല. എന്ത് ചെയ്യാം, നിനക്ക് ആ പാവത്തെ സ്വന്താക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല.